ഹായ്. ഞാനിന്നൊരു ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇനി സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഫുഡ് വേണം. ഇന്ന് വീട്ടിൽ ഹസ്ബൻഡ് കൂടാണ്ട് മോനെ നിന്നുണ്ട്, ഇന്ന് ലീവല്ലേ. അതുകൊണ്ട് ഞങ്ങളിന്ന് ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നുമല്ല, വേറെ കാര്യമൊന്നുമല്ല, നെയ്ച്ചോറ് മാതിരി ഒരു ബിരിയാണി എന്ന് പറയാം, നെയ്ച്ചോറെന്ന് പറയാം. നെയ്ച്ചോറ് മാതിരി ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടോ. ഇതിൽ മസാലകളൊന്നും അധികം ചേർക്കാതെ ഇതാണത്. ഇതാണ്ടോ, അധികം മസാലകളൊന്നും ചേർക്കില്ല ഞാൻ കേട്ടോ. ഇതിൽ അരിയാണ് നമ്മുടെ സാധാരണ ബിരിയാണി അരിയാണ് എടുത്തത്. കയമ അരി എന്ന് പറയും, ആ അരിയാണ് എടുത്തത്. പിന്നെ അതെടുത്തു. അതിന് ശേഷം നെയ്യ്, ഉള്ളി വാട്ടി, ഉള്ളി നന്നായിട്ട് വാട്ടി അരി കഴുകി അവിടെ ഊറ്റി വെച്ചു. അതെടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് നെയ്യിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി. ഈ വറുത്ത ഉള്ളിയിലിട്ട്, ഈ വറുത്ത ഉള്ളിയിൽ 2-3 ഗ്രാമ്പു, 2-3 കറുപ്പ, കറുപ്പ ചെറിയ 3 കഷ്ണം, അതും 2-3 ഇതും ഇട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ അരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ, വറുത്ത് വരണ്ട, കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ഇതായി വരും, പാകത്തിലായി വന്നു കഴിഞ്ഞാൽ ഇരട്ടി വെള്ളം. ഇപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് അരി എടുത്തതിൻ്റെ 2 ഇരട്ടി വെള്ളം, 2 കപ്പ് വെള്ളം. ഒരു കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച ശേഷം നമ്മൾ അരപ്പില്ലേ, നമ്മൾ ഈ ചിക്കന് നമ്മളെപ്പോഴും ഈ വെള്ളുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, ഇതിൻ്റെ 4 വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്ന് പറയും. ആ പേസ്റ്റ് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് ചെയ്യൂല. ആ പേസ്റ്റ് ചിക്കൻ്റെ അകത്ത് പെരക്കിയതിന് ശേഷം, നിങ്ങൾ പെരക്കുക എന്ന് പറയും കേട്ടോ, ഞാൻ അപ്ലൈ ചെയ്യാം. പെരക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ഇത്തിരി എടുത്തിട്ട് ഈ അരിയിലേക്ക്, നമ്മൾ വെള്ളം ഒഴിക്കൂല, ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ അരിയിലേക്ക് കുറച്ച് അരിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ടത് നന്നായിട്ട് ഒരൊത്ത വേവ് വരുമ്പോൾ വെള്ളവും കൂടി ഒഴിച്ച് ഒത്ത വേവ് വരുമ്പോൾ ഉപ്പിടണേ, പാകത്തിനുപ്പ് പാകത്തിനാവുമ്പോൾ നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുക. കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് അതിലേക്ക് കോരിയിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് അടച്ച് വെച്ച് കുറേ സമയം മല്ലിച്ചപ്പ് കുറച്ച് നുള്ളി ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. നല്ല തുമ്പപ്പൂ മാതിരിയുള്ള ഉണ്ടാവും, ഇതുമാതിരി ആയിട്ടുണ്ടാവും. നല്ല തുമ്പപ്പൂ മാതിരിയുള്ള സൂപ്പർ നെയ്ച്ചോറോ എന്നാ പറയുന്നതിന് ബിരിയാണി എന്നും പറയും. ഞാൻ മറ്റേ പേസ്റ്റൊക്കെ ചേർക്കുന്നുണ്ട്, 2 ബിരിയാണി മാതിരിയുള്ള നെയ്ച്ചോറൊന്നും പറയില്ല. ഇത് മാത്രം ചേർക്കുന്നത്. ബിരിയാണി ആക്കിയിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റായിരിക്കും, സൂപ്പർ ടേസ്റ്റായിരിക്കും. പിന്നെ ചിക്കൻ ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ ചിക്കൻ ഉണ്ടാക്കും പോലെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പച്ചമുളക് ചേർത്ത് പേസ്റ്റാക്കി അത് നന്നായിട്ട്, പിന്നെ മല്ലിച്ചപ്പ്, പച്ചമുളക്, മല്ലിച്ചപ്പ് എല്ലാം ഇതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്യണം. അതുകൂടാണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 ആദ്യം പെരക്കി വെക്കുക. എന്നിട്ട് നമ്മളെ പേസ്റ്റ് പെരക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളി, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത്തിരി ഉള്ളി വറക്കില്ല, ആ ഉള്ളി എടുത്തിട്ട് വറക്കണ്ട കേട്ടോ, ഞാൻ പകുതിയാക്കും, വറുത്തെടുക്കൂല. പകുതിയാക്കിയതിന് ശേഷം ആ ഉള്ളി ഇത്തിരി ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക, ചിക്കൻ വേവിക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഇല്ല കുറച്ച്. അപ്പോൾ എന്നിട്ട് അത് വേവിച്ചിട്ട് നല്ല എന്താ പറയുക, ഒരു വെള്ളം വേണ്ടതാണ്ട, ഇതുമാതിരി പരുവം എടുക്കുക. ഇങ്ങനെയുള്ളൊരു ഇതുമാതിരിയുള്ള പരുവത്തിൽ എടുക്കുക. നന്നായിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതിന് കേട്ടോ. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആദ്യം എടുക്കുക, വെളിച്ചെണ്ണയിലേക്ക് ഇതങ്ങ് ഇടുക. ഇതിട്ടിട്ട് നന്നായിട്ട് ചെയ്യുക. റോസ്റ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ റോസ്റ്റ് ആവുന്നതിന് മുന്നേ ഇത് പുറത്തെടുക്കണം കേട്ടോ. റോസ്റ്റ് അത്ര നല്ല സാധനമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇതാണ് നല്ല നമ്മളെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണ്ടാക്കി നോക്ക്. ഞാൻ പറയുന്ന ഉണ്ടാക്കി നോക്കിയാൽ മതി. ഈ ചിക്കന് ചേർത്ത ഇൻഗ്രീഡിയൻസ് വേറൊന്നുമല്ല, മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് പേസ്റ്റ്, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കറുപ്പ, ഗ്രാമ്പൂ 2-3 കഷ്ണം അതിലേക്ക് ഇട്ടാൽ മതി. ഉണ്ടാകുമ്പോൾ ഇത്തിരി ഗരം മസാല ചേർത്താൽ കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഗരം മസാല ഞാൻ വീട്ടിൽ ഒരു കുപ്പിയിൽ ഇത്തിരി ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്നൊരു ഇത്തിരി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ കൂടുതലായിപ്പോയാൽ
ചിക്കൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒരു ഇത്തിരി ഗരം മസാല, നമ്മളെ ചിക്കൻ ഉള്ളതിൻ്റെ പാകത്തിന് ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നല്ല നാവിൽ വെള്ളം നല്ല വറ്റിച്ചെടുക്കുക. എന്നിട്ട് അത് കൂടി ഇത് ഈ ചോറിലേക്ക് അങ്ങ് ഇട്ടിടുക. ഇങ്ങനെ ഇടുക. നല്ല ടേസ്റ്റാണ് മക്കളെ, കഴിക്കേണ്ടതാണ്. വറ്റിച്ചങ്ങട് വെക്കുക, ഇതിലേക്ക് വിളമ്പി വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതാ ചോറിവിടെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, ഇത്തിരി അച്ചാർ വേണം കേട്ടോ. കുറച്ച് അച്ചാർ, തൈരാക്കിയിട്ടില്ല. തൈര് ഇവിടെ ആർക്കും അത്ര വലിയൊരു പിടുത്തമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നമ്മളെ മാങ്ങയുടെ അച്ചാറാണ് ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണേ. മാങ്ങ ഉള്ള സമയത്ത് ഉപ്പിലിട്ട് വെക്കും. ഉപ്പിലിട്ട് വെച്ചിട്ട് ഈ ഒരു ടൈമിൽ ഇതെടുത്തിട്ട് അച്ചാറുണ്ടാക്കും. അച്ചാറുണ്ടാക്കുന്ന വേണമെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരുക. ഈ അച്ചാർ കൂടി ഇതിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ അങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. ഇതാണ് ഉച്ച ഭക്ഷണമാണ് ഇത് ഇന്നത്തെ. ഉണ്ടോ, ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ്. നെയ്ച്ചോറെന്ന് പറയാം. ഇത് നമ്മുടെ ചിക്കൻ ഉലത്തിയതെന്നോ അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയതെന്നോ എന്തെങ്കിലും പറയാം. ചിക്കൻ വരട്ടിയതെന്ന് തന്നെ പറയാം. ഞാൻ വരട്ടിയെടുത്തതാണ്, കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്യാണ്ട് വരട്ടിയെടുത്തതെന്ന് തന്നെ പറയാം. ഇത് അച്ചാറ്, ഇത് ചോറ്. ഇത് മൂന്നും കൂടി ഇന്നത്തെ സൂപ്പർ വിഭവമാണിന്ന്. പിന്നെ തൈര് വേണമെങ്കിൽ കഴിക്കാൻ, മറ്റേ തൈരുണ്ട്. തക്കാളിയൊന്നും ഇട്ടിട്ട് ആക്കിയിട്ടില്ല. നമുക്കിത് കൂട്ടി കഴിച്ചാൽ സൂപ്പറായിരിക്കും. ചിക്കൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ മാത്രമേ കഴിക്കാണ്ടുള്ളൂ. ഞാൻ വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇത്രയും വൈകിപ്പോയത്. ചിക്കൻ്റെതാണിത്. സൂപ്പർ കറി കേട്ടോ. ഇതിങ്ങനെ വരട്ടിയെടുത്ത് കഴിച്ചു നോക്കണം എല്ലാവരും. ഇതുമാതിരി കഴിച്ചു നോക്കിയാൽ മതി. ഇതാണ് ഇങ്ങനെ കഴിക്കുക. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കണം എല്ലാവരും. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ കഴിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കട്ടെ. ബാക്കി വീട്ടിലുള്ള എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാനേ കഴിക്കാനുള്ളൂ. ഞാനിതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഇരുന്നത്. അവരൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.